ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ JK പാലക്കാട്ടേക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടോക്കാരനെ JKക്ക് മുന്നേ പരിചയമുണ്ട്. ഓട്ടോ ഡ്രൈവർ JKയോട് ചോദിക്കുന്നുണ്ട്, സാറ് ഇപ്പം എവിടെയാണ് താമസം? വാടക വീട് കിട്ടിയായിരുന്നോ? കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്തൊരു വാടക വീടുണ്ട്, വേണമെങ്കിൽ നമുക്കത് പോയി നോക്കാമെന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, എനിക്ക് തൽക്കാലം ഒരു വീട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറണം. അങ്ങനെ JK പറയുമ്പോൾ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട്, സാറിന് സമയമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ പോയി ആ വീട് നോക്കാം, പോകുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, എന്നാ ശരി, താൻ പറഞ്ഞതല്ലേ, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ആ ഓട്ടോ ഡ്രൈവറും JKയും കൂടി നേരെ ആ വാടക വീട് കാണാനായി പോവുകയാണ്. എന്നാൽ അർച്ചനയെ തടങ്കലിലാക്കിയിരിക്കുന്ന ആ വീട്ടിലേക്കാണ് JKയും ഓട്ടോ ഡ്രൈവറും കൂടി എത്തുന്നത്. ആ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോഴേക്കും അർച്ചനയെ തട്ടിക്കൊണ്ടുപോയ ആ രണ്ട് പെൺകുട്ടികൾ വാതിൽ തുറക്കുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നറിഞ്ഞ് അത് നോക്കാനായി വന്നതാണെന്ന് പറയുമ്പോൾ അതിലൊരു പെൺകുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾ ഓണറിനോട് നേരിട്ട് സംസാരിച്ചിട്ടാണ് ഈ വീട് വാടകയ്ക്കെടുത്തത്, അപ്പോൾ ഇവിടെ ഞങ്ങളാണ് താമസമെന്ന് പറയുമ്പോൾ JK ആ പെൺകുട്ടികളോടായി പറയുന്നുണ്ട്, ഭവതി ക്ഷമിക്കണം, ഈ വീട് വാടകയ്ക്കിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്, ഇവിടെ താമസക്കാരെ വന്നു എന്ന് എനിക്കറിയില്ലായിരുന്നുവെന്ന് JK അങ്ങനെ ആ പെൺകുട്ടികളോട് ക്ഷമ പറയുകയാണ്. അമ്പാട്ടിലാണെങ്കിൽ രുക്കുവും മഞ്ജുവും പരമാവധി അർച്ചനയെ തരം താഴ്ത്തുന്നുണ്ട്. JKയും അർച്ചനയും കൂടി പാലക്കാട്ടേക്ക് ഒളിച്ചോടി പോയതാണെന്നും അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് സുമിത്ര ടീച്ചറുമാണെന്നാണ് രുക്കു പറഞ്ഞു പരത്തുന്നത്. ഇത് കേട്ട് ചിന്നുവിനാകെ സങ്കടാവുന്നുണ്ട്. എന്നാൽ തന്റെ അമ്മയ്ക്ക് വേണ്ടി ചിന്നു പൊരുതി തന്നെ അമ്പാട്ട് വീട്ടിൽ നിൽക്കുകയാണ്. എന്നാൽ സങ്കടം ആരോടെങ്കിലും ഷെയർ ചെയ്യാനായി ചിന്നു അങ്ങനെ സുമിത്ര ടീച്ചറെ കാണാനായി പോവുകയാണ്. മുത്തശ്ശി എന്റെ അമ്മയെക്കുറിച്ച് അനാവശ്യമായി രുക്കു ആന്റി എല്ലാം അവിടെ സംസാരിക്കുന്നുണ്ട്. JK അങ്കിൾ പാലക്കാട്ടേക്ക് പോയതുകൊണ്ട് അമ്മയും കൂടെ പോയെന്നൊക്കെയാണ് അവര് പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ അമ്മയെ എനിക്ക് അത്രത്തോളം വിശ്വാസമാണ്. എന്റെ അമ്മ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. JK അങ്കിളിനെയും എനിക്ക് വിശ്വാസമാണ്. പിന്നെന്തിനാണ് ഇവരെല്ലാവരും കൂടി എന്റെ അമ്മയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ അമ്മ എങ്ങോട്ടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? എന്റെ അമ്മയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്നു അങ്ങനെ സങ്കടത്തോടെ തന്റെ മനസ്സിലുള്ളതെല്ലാം മുത്തശ്ശിയോട് അങ്ങനെ തുറന്നു പറയാണ്. ഇതെല്ലാം കേട്ട് സുമിത്ര ടീച്ചർക്കും ആകെ സങ്കടാവുന്നുണ്ട്. ഒരു വശത്ത് തന്റെ മകനെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തുന്നു, മറുവശത്ത് തന്റെ ശിഷ്യയുമാണ് ഇവരെല്ലാം മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുമിത്ര ടീച്ചർ ആകെ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. അർച്ചനയെ പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിലേക്കാണ് JK എന്തായാലും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് അർച്ചനയെ രക്ഷിക്കാനായി JK കൊണ്ട് തന്നെയാണ് സാധിക്കുന്നത്. തൊട്ടരിയിൽ തന്നെ അർച്ചനയെ രക്ഷിക്കാനായി രക്ഷകന്റെ വേഷത്തിൽ JK എത്തിയിരിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.